Good morning. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഫിഫ്ത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റൊട്ടേഷൻ ഓഫ് റിജിഡ് ബോഡീസ്. അപ്പൊ നമുക്ക് റിജിഡ് ബോഡി അല്ലെങ്കിൽ റൊട്ടേഷൻ ഈ ഒരു രണ്ട് കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. റിജിഡ് ബോഡി മീൻസ് എ ബോഡി which having no deformation while we apply an external force. ഒരു റിജിഡ് ബോഡി, ഈ റിജിഡ് ബോഡിയിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബോഡിക്ക് ഡീഫോർമേഷൻ വരില്ല. ഡീഫോർമേഷൻ വരുവാണെങ്കിൽ നമ്മൾ അതിനെ ഇലാസ്റ്റിക് ബോഡീസ് എന്ന് പറയും. ഡീഫോർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ റിജിഡ് ബോഡീസ് എന്ന് പറയും. ഈ റിജിഡ് ബോഡിയുടെ ഒരു പെക്യുലാരിറ്റി നമ്മളൊരു പോയിന്റ്, ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ് എ നെയിം ചെയ്യുവാണെങ്കിൽ ആ എ എന്ന് പറയുന്ന പോയിന്റിന് വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഈ റിജിഡ് ബോഡിയിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അത് നമ്മൾ ഫോഴ്സ് അപ്ലൈ, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്താലും അപ്ലൈ ചെയ്തതിന് ശേഷവും ഈക്വൽ ആയിരിക്കും, ഡീഫോർമേഷൻ ഉണ്ടാവില്ല. എന്നാൽ ഈ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഒരിക്കലും ഈ ഒരു റിജിഡ് ബോഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല. അതാണ് ആക്ച്വലി റിജിഡ് ബോഡി. ഇനി റിജിഡ് ബോഡി ഒരു പർട്ടിക്കുലർ ആക്സിസിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിന് വിചാരിച്ചു. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ആക്സിസിലെ പോയിന്റ് അല്ലാത്ത മറ്റേതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ആ ആംഗിൾ, എല്ലാ പോയിന്റുകളും റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഈ രണ്ട് കൺസെപ്റ്റാണ് മെയിൻ ആയിട്ട് നമ്മൾ റിജിഡ് ബോഡി റൊട്ടേഷനിൽ വരുന്നത്. അപ്പൊ ഇൻ റൊട്ടേഷൻ മോഷൻ ഓൾ ദ പാർട്ടിക്കിൾസ് ഓഫ് ദി റിജിഡ് ബോഡി മൂവ്സ് ഇൻ കോൺസെൻട്രിക് സർക്കുലർ പാത്ത് അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് ഓർ ആക്സിസ്. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ റൊട്ടേഷൻ മോഷന്റെ അല്ലെങ്കിൽ റിജിഡ് ബോഡി റൊട്ടേഷന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത് പുള്ളിയുടെ മോഷൻ ഓഫ് പുള്ളി, അല്ലെങ്കിൽ ഫ്ലൈ വീൽ റൊട്ടേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടാവണം, റിജിഡ് ബോഡിയും ഇലാസ്റ്റിക് ബോഡിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ അതിനുശേഷം നമ്മൾ ഇതിന്റെ കൈനമാറ്റിക്സിലേക്ക് വരുവാണ്. അപ്പൊ നമുക്ക് കുറെ ലീനിയർ മോഷനിൽ കുറെ ഇക്വേഷൻസ് ഉണ്ട്. V = U + AT, S = UT + ½ AT², V² = U² + 2AS. ഇതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട്, ഇതിനൊക്കെ അനലോഗി ആയിട്ട് റൊട്ടേഷണൽ മോഷനിലും ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ V എന്ന് പറയുന്ന ഫൈനൽ വെലോസിറ്റി ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ ഒമേഗ നോട്ട് ചെയ്യും. U ഇനീഷ്യൽ വെലോസിറ്റി ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ ഒമേഗ0 ഡിനോട്ട് ചെയ്യും, നൊട്ടേഷൻ കൊടുക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് പാർട്ട് പഠിക്കുന്നത്. അതിനുശേഷം നമുക്കൊരു പ്രോബ്ലം ചെയ്യും. അപ്പോൾ റിജിഡ് ബോഡിയുടെ റൊട്ടേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇവിടെ ഇപ്പൊ ഒരു റിജിഡ് ബോഡി, ഈ റിജിഡ് ബോഡി ഈ ഒരു ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിജിഡ് ബോഡിയിൽ ഒരു പോയിന്റ് എ, ആ ഒരു θ° റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് A' എത്തുവാണ്. അപ്പൊ നമ്മൾ ആ ഒരു പോയിന്റും ഈ ഒരു ആക്സിസും കണക്ട് ചെയ്ത് ഈ ഒരു പ്ലെയിൻ നമ്മൾ അസ്യൂം ചെയ്താണെങ്കിൽ, ഈ ഒരു പ്ലെയിൻ അസ്യൂം ചെയ്ത് ആ പ്ലെയിന് ആക്ച്വലി റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫൈനൽ പൊസിഷൻ അറ്റൈൻ ചെയ്യും. ആ പ്ലെയിന് കൂടി റൊട്ടേറ്റ് ചെയ്യും. ഈ ഒരു കൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആക്സിസിലെ പോയിന്റ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റ്സും ഈ θ° റൊട്ടേറ്റ് ചെയ്യും. ആ ഒരു ടൈം θ° റൊട്ടേറ്റ് ചെയ്യും. ഇനി സെയിം ഇന്റർവൽ ഓഫ് ടൈമിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ ടൈം t 2 സെക്കൻഡ്സ് എടുക്കാതെ വരും. ആ സെയിം ഇന്റർവൽ ഓഫ് ടൈമിൽ സെയിം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തന്നെ മൂവ് ചെയ്യുവാണെങ്കിൽ, എല്ലാ പാർട്ടിക്കിളും സെയിം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ, that particular type of motion is known as uniform rotation motion, uniform circular motion. So uniform motion ആണെങ്കിൽ സെയിം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ ഇതില് നമ്മള് വേറെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഈ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് മീൻസ് θ ആയിട്ടാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. θ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ഒമേഗ ആംഗുലർ വെലോസിറ്റി, ദെൻ ആൽഫ ആംഗുലർ ആക്സിലറേഷൻ. ഇതാണ് കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് θ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് റേഡിയൻസ്, ഒമേഗ = dθ/dt, dθ/dt, the unit of omega = radian per second, then alpha = d/dt of omega.
or d omega by dt. Or നമ്മൾ ലീനിയർ മോഷനിലാണെങ്കിൽ a is equal to d square s by dt square അതാണ് ഇക്വേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ d by dt of d theta by dt or d square theta by dt square and unit radian per second square. So alpha is equal to d square theta by dt square. Theta നമ്മളുടെ അനലോഗി ഈ ലീനിയർ മോഷനിലെ അനലോഗി തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എസ് ആണ് യൂസ് ചെയ്യുന്നത്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ആൽഫ സെയിം തന്നെ ഡി ഒമേഗ ബൈ ഡി ടി നമുക്ക് വേറെ ഒരു നൊട്ടേഷൻ കൂടി പറയാം. ഡി ബൈ ഡി തീറ്റ ഇൻറ്റു ഡി ഡി ഒമേഗ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി, ഇങ്ങനെ ഒരു നൊട്ടേഷൻ കൊടുക്കാം. That's equal to again d theta by dt is equal to omega മാറ്റി എഴുതി കഴിഞ്ഞാൽ d theta by dt is equal to omega ആണെങ്കിൽ omega into d omega by d theta എന്ന് കൂടി കൊടുക്കാം. ഇതിന്റെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ ആൽഫയുടെ രണ്ട് നൊട്ടേഷൻ ശ്രദ്ധിക്കുക. ആൽഫ is equal to d square theta by dt square or omega into d omega by d theta. ഇങ്ങനെ രണ്ട് നൊട്ടേഷൻ യൂസ് ചെയ്യാം. ഇനി ഇതിന് അനലോഗി ആയിട്ട് വരുന്ന ഒരു ഒന്ന് രണ്ട് പിന്നെ ലീനിയർ മോഷനും റൊട്ടേഷണൽ മോഷനും തമ്മിലുള്ള അനലോഗി, അതിൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മൾ മുന്നിലുണ്ട്. v is equal to u plus at ആണ് ലീനിയർ മോഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ ഒമേഗ is equal to ഒമേഗ നോട്ട് പ്ലസ് ആൽഫ ടി. ടൈം മാത്രമാണ് രണ്ടിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ലീനിയർ ആക്സലറേഷൻ പകരം ആംഗുലർ ആക്സലറേഷൻ, യുക്ക് പകരം ഒമേഗ നോട്ട് ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ നോട്ട്, ഇത് ഫൈനൽ ആംഗുലർ വെലോസിറ്റി ഒമേഗ. അതേപോലെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒമേഗ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ. എസിന് കറസ്പോണ്ടിങ് ഇത് ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ. ഇങ്ങനെ വരും. ഇനി s is equal to ut plus half at square, ut plus half at square നമ്മുടെ ഇക്വേഷൻ ആണ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇവിടെ തീറ്റ is equal to omega naught t plus half alpha t square. ഇത് ഇതിന്റെ റൊട്ടേഷണൽ മോഷനിലെ അനലോഗി. അപ്പോൾ തീറ്റ is equal to omega naught t plus half alpha t square. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കും. ഈ ഒരു അനലോഗിയും കൂടി നമ്മുടെ മൈൻഡിൽ വന്നു. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്പീഡ് നമ്മൾ ആർ പി എം റൊട്ടേഷൻ മിനിറ്റിലാണ് തരുന്നത്. n is in rpm. rpm തരുവാണെങ്കിൽ ഒമേഗ is equal to 2πn/60 ആണ്. 2πn/60 എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ് ഒരു റെവല്യൂഷനിൽ നമ്മൾ കവർ ചെയ്യുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ദെൻ ആ 2π കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റ് ഡിവൈഡ് അല്ലെ, നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റ് 2 ആണെന്ന് വിചാരിക്കും. നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ മിനിറ്റ് 2 ആണെങ്കിൽ ഒരു റൊട്ടേഷൻസ് അല്ലെ നമ്പർ ഓഫ് റൊട്ടേഷൻസ് പെർ മിനിറ്റ് 10 ആണെന്ന് വിചാരിക്കും. ഒരു മിനിറ്റിൽ 10 റൊട്ടേഷൻസ്. അങ്ങനെയാണെങ്കിൽ ഒരു റൊട്ടേഷൻ കവർ ചെയ്യാൻ എടുക്കുന്നത് ടൈം എന്ന് പറയുന്നത് 60/n ആണ്. 60/n ആ n പിന്നെ നമ്മൾ 10 ആണെങ്കിൽ 60/10 എന്ന് 6 സെക്കൻഡ്സ് യൂസ് ചെയ്യും ഒരു റൊട്ടേഷൻ. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ പിന്നെ ഈ നൊട്ടേഷൻ വരുന്നത്. ദാറ്റ് മീൻസ് ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60 ഓർ ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണ്. ആംഗുലർ വെലോസിറ്റി ഇൻറ്റു 60/n, ആംഗുലർ വെലോസിറ്റി ഇൻറ്റു 60/n ഈസ് ഈക്വൽ ടു 2π. ആംഗുലർ വെലോസിറ്റി ഇൻറ്റു 60/n ഈസ് ഈക്വൽ ടു 2π. ആ 60/n എന്ന് പറയുന്നത് ഒരു റൊട്ടേഷൻ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം, ഒരു റൊട്ടേഷൻ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പൊ അങ്ങനെ ആ ഇക്വേഷൻ പ്രകാരമാണ് നമുക്ക് ഒമേഗ ഈസ് ഈക്വൽ ടു 2πn/60 കിട്ടുന്നത്. അപ്പൊ ഈ ഒരു നൊട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം നോക്കാം. അതിന്റെ പിന്നെ കുറച്ച് ഒരു അനലോഗി ഞാൻ പറയാം. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ലീനിയർ മോഷൻ ആണെങ്കിൽ യൂസ് ചെയ്യുന്നത് u ആണ്. റൊട്ടേഷണൽ മോഷൻ ആണെങ്കിൽ ഒമേഗ നോട്ട്. ഫൈനൽ വെലോസിറ്റി ഒമേഗ ആയിട്ടാണ്. പിന്നെ റൊട്ടേഷൻ മോഷനിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റെക്ലീനിയർ മോഷനിൽ v ആണ്. ഇപ്പൊ യൂണിഫോം ആക്സിലറേഷൻ റൊട്ടേഷണൽ മോഷനിൽ ആൽഫയാണ്, അതേസമയം റെക്ലീനിയർ മോഷനിൽ അത് a ആണ്, സ്മോൾ ലെറ്റർ a. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇതിൻ്റെ അകത്ത് പിന്നെ അനലോഗിയുടെ പാർട്ടിൽ പറയാനുള്ളത്. പിന്നെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം, വളരെ ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ദ ആർമേച്ചർ of an electric motor has angular speed of 1800 rpm at the instant when the power is cut off. If it comes to rest in 6 seconds,
calculate the angular deceleration assuming it is constant. How many revolutions does the armature make during this period? അപ്പോൾ ഒരു മോട്ടറിന്റെ ആർമേച്ചർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തു. ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത ഇൻസ്റ്റന്റിൽ അത് എന്ത് ചെയ്യുന്നു, റിട്ടാർഡേഷനിലേക്ക് പോകും. റിട്ടാർഡേഷനിലേക്ക് പോയിട്ട് റൊട്ടേഷൻ ആംഗുലർ റിട്ടാർഡേഷനിലേക്ക് പോയിട്ട് അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഉണ്ടായിരുന്ന n = 1800 RPM നേരെ അത് 0 RPMലേക്ക് റെസ്റ്റിലേക്ക് വരും. അതിലെടുക്കുന്ന ടൈം 6 seconds ആണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതാണ് കേസ്. അപ്പോൾ നമുക്ക് ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് പിന്നെ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ആണ്, അല്ലെങ്കിൽ ω1 നമ്മൾ നൊട്ടേഷൻ ω1 യൂസ് ചെയ്യുകയാണ്. ω1 ഈസ് ഈക്വൽ ടു 2π n1 ഡിവൈഡ് ബൈ 60. അപ്പോൾ n1 ഇവിടെ 1800 RPM ആണ്. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 2π ഇൻറ്റു 1800 RPM ഡിവൈഡ് ബൈ 60. RPSലാണ് നമുക്ക് 60 യൂസ് ചെയ്യേണ്ട, 2π ഇൻറ്റു n മാത്രം യൂസ് ചെയ്യണം. റൊട്ടേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഇവിടെ റൊട്ടേഷൻസ് പെർ മിനിറ്റ് ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 60 വേണം. ദാറ്റ്സ് ഈക്വൽ ടു 30 65 റേഡിയൻ പെർ സെക്കൻഡ്, റേഡിയൻസ് പെർ സെക്കൻഡ്. ഇതാണ് ω1. ഇനി ω2 നമുക്കറിയാം ഫൈനൽ വെലോസിറ്റി ആണ്. അവിടെ n1 എന്ന് പറഞ്ഞാൽ n2 ലേക്ക് മാറും. n2 = 0 ആണ്, because it comes to rest. Rest means n2 = 0, so that ω2 = 0. അപ്പോൾ ω1 65 റേഡിയൻ പെർ സെക്കൻഡ് ടേൺ ചെയ്ത് അത് പിന്നെ 0 ω2 റേഡിയൻ പെർ സെക്കൻഡിലേക്ക് മാറുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, ഒരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ജനറൽ ഇക്വേഷൻ ω2 = ω1 + α t ആണ്. അപ്പോൾ ω2 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 60π, ω1 മീൻസ് 60π ആണ് അതിൽ നിന്ന് കിട്ടിയിട്ട് 65 + α t. ആ α t നമുക്ക് 65 ഈ സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ -65 = α × t = 6 seconds. That means α is equal to negative. Alpha is equal to -10π radian per second. -10π radian per second. Alpha is equal to -10π radian per second square. Alpha യുടെ യൂണിറ്റ് ശ്രദ്ധിക്കുക, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ -10π radian per second square. അപ്പോൾ ആൽഫ ആംഗുലർ റിട്ടാർഡേഷൻ കിട്ടി. അതിനുശേഷം നമുക്ക് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തീറ്റയാണ്. നമ്പർ ഓഫ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കാണുക. ആ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ 2π. ഒരു റെവല്യൂഷൻ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് 2π ആണ്. നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഈസ് ഈക്വൽ ടു തീറ്റ ഡിവൈഡ് ബൈ 2π. തീറ്റ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം, പർട്ടിക്കുലർ ടൈമിൽ കവർ ചെയ്യുന്ന തീറ്റ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഇതാണ് ut + ½ at². u മീൻസ് ω1 ആണ് ഇവിടെ ആയിട്ട് വരുന്നത്. ഇനീഷ്യൽ വെലോസിറ്റിന് ആ റേഡിയൽ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ω1 എടുക്കണം, പ്ലസ് ½ at². കറസ്പോണ്ടിങ് ആൽഫ വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ആണ് സൈനെങ്കിലും ഇവിടെ ആൽഫ എന്ന് പറയുന്നത് ഓൾറെഡി അത് -10π ആണ്. ആ -10π ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് t = 6 seconds ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് 565.77 റേഡിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ കിട്ടും. ഇതാണ് തീറ്റ. ആ ഒരു പർട്ടിക്കുലർ 6 seconds കൊണ്ട് ആ റോട്ടർ കവർ ചെയ്ത ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഇനി അതിനെ 2π കൊണ്ട് ഡിവൈഡ് ചെയ്ത്, നമ്പർ ഓഫ് റെവല്യൂഷൻസ് 2π കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 90 റെവല്യൂഷൻസ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം, പിന്നെ അതിന്റെ തിയറി പാർട്ടുമാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. തിയറി പാർട്ട് ശരിക്കും ശ്രദ്ധിക്കണം. റിജിഡ് ബോഡിയുടെ കൺസെപ്റ്റ്, ഇലാസ്റ്റിക് ബോഡിയുടെ കൺസെപ്റ്റ്. നമുക്കിവിടെ റിജിഡ് ബോഡിയുടെ കൺസെപ്റ്റ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ മൊഡ്യൂൾ ത്രൂ ഔട്ട് റിജിഡ് ബോഡിയുടെ കൺസെപ്റ്റ് ആണ്. അപ്പൊ റിജിഡ് ബോഡിയുടെ കൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ഓബ്ജക്റ്റിന് ഡീഫോർമേഷൻ വരാൻ പാടില്ല. ഓക്കെ, ഇനി ആ തിയറി പാർട്ടും ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സൊക്കെ തന്നെ ഒരു ലെക്ചർ നോട്ടായിട്ട് നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. അത് എഴുതി നോക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ട് കാണാം. താങ്ക് യു ആൾ.